ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പായസമാണ്, ചക്ക പായസം. ഇതുവരെ നിങ്ങൾ ഇതുപോലൊരു പായസം ട്രൈ ചെയ്തിട്ടേ ഉണ്ടാവില്ല, അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണിത്. എന്നാൽ ശരി, ഇതെങ്ങനെ തയ്യാറാക്കുന്നേ നോക്കാം. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് നല്ല പഴുത്ത ചക്കയാണ്. ഇതിപ്പോൾ വരിക്കച്ചക്കയാണ്, നല്ല പഴുത്തിട്ടുള്ളതാണ്. വരിക്കച്ചക്കയിൽ മാത്രമേ നമുക്ക് പായസം തയ്യാറാക്കാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ ഒരു 1/2 കിലോ പഴുത്ത ചക്കയാണ്. ഇത് വന്നിട്ട് ചെറിയ ചെറിയ പീസായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. പിന്നെ വേണ്ടത് ശർക്കരയാണ്. ഇത് വന്നിട്ട് ഒരു 1/4 കിലോ ശർക്കരയുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ്. ഇത് വന്നിട്ട് ഒരു തേങ്ങയുടെ തേങ്ങാപ്പാലാണ്. ഇതിൽ ഞാനിപ്പോൾ 4 ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് നല്ലതുപോലെ പിഴിഞ്ഞെടുത്തിട്ടുള്ളതാണ്. 2ാം പാലൊന്നും ചേർത്തിട്ടില്ല, 1ാം പാല് മാത്രമാണ്. കൂടെ തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ പച്ചരി എടുത്തിട്ടുണ്ട്. ഈ പച്ചരി വന്നിട്ട് കുറച്ച് വെള്ളത്തിൽ ഞാനിപ്പോൾ ഇതുപോലെ കുതിർത്തിട്ട് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 15 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇതെന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്ന് ഞാൻ പിന്നീട് പറയാം. ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് നമ്മുടെ ഈ ചക്കപ്പായസം തയ്യാറാക്കാനായിട്ട് വേണ്ടത്. എന്നാൽ ശരി, നമുക്ക് ഈ ചക്കപ്പായസം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. നമ്മുടെ പായസം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതുപോലൊരു ഉരുളിയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്കിനി ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. ഇത് വന്നിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്നില്ലേ ശർക്കര, അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഉരുക്കി എടുത്തിട്ടുള്ളതാണ്. എന്നിട്ട് നമ്മളിത് നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കണം. കാരണം ഇതിൽ ചെറിയ കല്ലും പൊടിയൊക്കെ ഉണ്ടാവും, അത് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കണം. എന്നിട്ടുള്ളതാണിത്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്നില്ലേ ചക്ക, അത് ചെറുതായിട്ട് ഞാനിപ്പോൾ അരിഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്. ഇത് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മൾ ഇട്ട ചക്കയെല്ലാം നല്ലതുപോലെ വെന്തിട്ട് വരണം. അതുവരെ നമ്മളിത് നല്ലതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിം അങ്ങനെ വേണം നമ്മളിത് വെക്കാനായിട്ട്. നല്ലതുപോലെ തിളച്ചിട്ട് വരുമ്പോൾ തന്നെ ഇത് നല്ലതുപോലെ വെന്തിട്ട് വരും. അതുവരെ നമ്മളിത് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ശർക്കര പാനിയൊക്കെ നല്ലതുപോലെ തിളച്ചിട്ട് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല മധുരമുള്ള ചക്കയാണ്. അതിൻ്റെ പേരിലാണ് ഞാൻ 1/4 കിലോ ശർക്കര ചേർത്തത്. മധുരം കുറവാണെന്നുണ്ടെങ്കിൽ ഒരല്പം കൂടി ശർക്കര നമ്മൾ ചേർത്ത് കൊടുക്കണം. നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ട് നമ്മൾ ശർക്കര ചേർത്ത് കൊടുക്കണം. ഇതിപ്പോൾ ഒരു 3/4 ഭാഗത്തോളം വെന്തിട്ടുണ്ട്. ഇനി ഒരു അല്പസമയം കൂടി നമുക്കിത് ഇട്ടിരിക്കണം, കുറച്ചുകൂടി വേകാനായിട്ടുണ്ട്. അപ്പോൾ അതുവരെ നമുക്കിതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാം. നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇത് അടുക്കി പിടിക്കും. അതിൻ്റെ പേരിൽ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. പെട്ടെന്ന് തന്നെ ഇത് വെന്തിട്ട് വരും. നമ്മുടെ ചക്ക ഇപ്പോൾ നല്ലതുപോലെ വെന്തിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ വേണം നമ്മളിത് എടുക്കാനായിട്ട്. ചെറിയ ചെറിയ പീസൊക്കെ ഇതിൽ കിടക്കണം. ഇങ്ങനെ വേണം നമ്മളിത് എടുക്കാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന തേങ്ങാപ്പാൽ കൂടി ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. നമ്മളിപ്പോൾ ഇതിൽ ഒരു 4 ഗ്ലാസോളം തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇത് വന്നിട്ട് നല്ലതുപോലെ തിളച്ചിട്ട് വരണം. അപ്പോൾ അതുവരെ നമ്മളിത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. നമ്മുടെ പായസം ഇപ്പോൾ നല്ലതുപോലെ തിളച്ചിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന അരി ഉണ്ടല്ലോ, കുതിർത്തിട്ട് വെച്ചിരുന്ന അരി, അതിൽ ഒരല്പം വെള്ളം കൂടി ചേർത്തിട്ട് ഞാൻ നല്ലതുപോലെ അരച്ചെടുത്തതാണ്. അതുകൂടി ചേർത്ത് കൊടുക്കാം. ഈ അരിമാവ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പായസത്തിന് നല്ല കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളിത് ഒഴിച്ചു കൊടുത്ത ഉടനെ തന്നെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ അത് അടുക്കി പിടിക്കും. പെട്ടെന്ന് തന്നെ നമ്മളിത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതുപോലെ നമ്മൾ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇത്രയും കട്ടിക്കാണ് നമ്മുടെ പായസം വന്നിട്ടുള്ളത്. ഇത്രയും കട്ടി വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ കൂടി ചേർത്തിട്ട് ആ കട്ടിയൊന്ന് കുറച്ചിട്ട് എടുക്കാം. നമ്മുടെ പായസം നല്ലതുപോലെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും കട്ടിക്കാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. ഇത്രയും കട്ടി മതിയാവും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി തേങ്ങാപ്പാൽ ചേർക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് കൂടി ചേർക്കാം. അപ്പോൾ ഈ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപ്പ് ഏറ്റവും ബെസ്റ്റാണ്. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് കൂടി ചേർക്കാം. ഒരു 2 ടേബിൾ സ്പൂണോളം നെയ്യ് കൂടി ചേർക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത്രയും മതിയാവും. നമ്മൾ ഇതിലേക്ക് ഇപ്പോൾ അണ്ടിപ്പരിപ്പോ മുന്തിരിങ്ങ അങ്ങനെ ഒന്നും ചേർക്കുന്നില്ല. ഇത് തന്നെ മതിയാവും. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചക്കപ്പായസമാണ്. നമ്മുടെ ആ ചക്കയുടെ മണവും ഏലക്കയുടെ മണമൊക്കെ ആയിട്ട് നല്ല മണം തന്നെ ഇപ്പോൾ തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഇത് മറ്റുള്ളവർ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത്.
പിന്നെ നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് വരുന്നത് വരേക്കും ബൈ ഫ്രം ഷമീസ് കിച്ചൻ.